പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പ്രധാന നിയമനങ്ങൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നടക്കുന്ന സ്ഥിരം എക്സാമുകൾക്കുള്ള ഒരു പ്രധാന ഭാഗമാണ് പുതുതായിട്ട് വന്ന നിയമനങ്ങൾ. അപ്പോൾ അതിലുള്ള കുറച്ചു പേരാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. എത്രാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? 15ാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. 14ാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ് അഥവാ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹം. രാജ്യസഭ ഉപാധ്യക്ഷൻ. നിലവിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് ഹരിവംശ നാരായണൻ സിംഗ് ആണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ലോക്സഭ സ്പീക്കർ. നിലവിൽ ലോക്സഭയുടെ സ്പീക്കറാണ് ഓം ബിർള. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്, രാജ്യസഭ ഉപാധ്യക്ഷനാണ് ഹരിവംശ നാരായണൻ സിംഗ്, ലോക്സഭ സ്പീക്കറാണ് ഓം ബിർള. ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. എന്നാൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുന ഖാർഗെ ആണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ലോക്സഭ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി, രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജുന ഖാർഗെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. കേരളത്തിന്റെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേരള ഗവർണർ. അടുത്ത കേരള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആണ് പിണറായി വിജയൻ. കേരള മുഖ്യമന്ത്രിയും സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാനും കൂടിയാണ് ആര്? പിണറായി വിജയൻ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? BD സതീശനാണ്. അപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് BD സതീശൻ. നിയമസഭാ സ്പീക്കർ ആരാണ്? നിലവിൽ AM ഷംസീർ ആണ് നിയമസഭ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ആണ് ചിറ്റയം ഗോപകുമാർ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ. ചീഫ് സെക്രട്ടറി ആരാണ്? B വേണു. 48ാമത് വ്യക്തിയാണ് B വേണു. അപ്പോൾ നിയമസഭ സ്പീക്കർ AM ഷംസീർ ആണ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്, ചീഫ് സെക്രട്ടറി B വേണു ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ ജാംദർ ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. 39ാമത് വ്യക്തിയാണ് നിതിൻ ജാംദർ. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരള അഡ്വക്കേറ്റ് ജനറൽ. എന്നാൽ കേരള ലോകായുക്ത ആരാണ്? N അനിൽകുമാർ ആണ് കേരള ലോകായുക്ത. അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ ജാംദർ. 39ാമത് വ്യക്തിയാണ്. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരള ലോകായുക്തയാണ് N അനിൽകുമാർ. കേരള DGP. നിലവിൽ കേരള DGP ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് കേരള DGP. PSC ചെയർമാൻ, നമ്മുടെ PSCയുടെ ചെയർമാൻ ആരാണ്? MR ബൈജു ആണ് PSCയുടെ ചെയർമാൻ. കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് A ഷാജഹാൻ. ആര്? A ഷാജഹാൻ. അപ്പോൾ കേരള DGP ആണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്, PSC ചെയർമാൻ MR ബൈജു, കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് A ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസ്.
ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് സഞ്ജയ് കൗൾ. സഞ്ജയ് കൗൾ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസ്. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് സഞ്ജയ് കൗൾ. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹരിനായർ. അപ്പോൾ വി ഹരിനായർ ആണ് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി ഹരിനായർ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആര്? പി സതീദേവി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആണ് സി കെ അബ്ദുൾ റഹീം. സി കെ അബ്ദുൾ റഹീം ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആണ് സി കെ അബ്ദുൾ റഹീം. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ ആണ് എം ഷാജർ. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ ആര്? എം ഷാജർ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. രാജ്യസഭ ഉപാധ്യക്ഷനാണ് ഹരിവംശ നാരായണൻ സിംഗ്. ലോക്സഭ സ്പീക്കറാണ് ഓം ബിർള. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭാ സ്പീക്കറാണ് AM ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ചീഫ് സെക്രട്ടറി ആണ് V വേണു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ ജാംദർ. അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരള ലോകായുക്ത N അനിൽകുമാർ. കേരള DGP ആണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. PSC ചെയർമാൻ ആണ് MR ബൈജു. കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് A ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് സഞ്ജയ് കൗൾ. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ഹരിനായർ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആണ് അലക്സാണ്ടർ തോമസ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ CK അബ്ദുൾ റഹീം. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ ആണ് M ഷാജർ. അടുത്തത് കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ആണ് U ഷറഫ് അലി. അപ്പോൾ U ഷറഫ് അലി ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ചെയർമാൻ ആണ് U ഷറഫ് അലി. കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ആണ് ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ആണ് ലോക്നാഥ് ബെഹ്റ. വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ആണ് ദിവ്യ S അയ്യർ. വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ആണ് ദിവ്യ S അയ്യർ. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ U ഷറഫ് അലി ആണ്. കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ആണ് ലോക്നാഥ് ബെഹ്റ. വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ആണ് ദിവ്യ S അയ്യർ. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? K സച്ചിദാനന്ദൻ. K സച്ചിദാനന്ദൻ ആണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. എന്നാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയാണ് കരിവള്ളൂർ മുരളി. കരിവള്ളൂർ മുരളി ആരാണെന്ന് ചോദിച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയാണ് കരിവള്ളൂർ മുരളി. അതിന്റെ ചെയർമാൻ ആണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ K സച്ചിദാനന്ദനാണ്. കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആണ് മുരളി ചീരോത്ത്. അപ്പോൾ മുരളി ചീരോത്താണ് കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആണ് OS ഉണ്ണികൃഷ്ണൻ. OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആണ് പ്രേംകുമാർ. പ്രേംകുമാർ വൈസ് ചെയർമാൻ ആയിരുന്നു. നിലവിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആണ് പ്രേംകുമാർ.
കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ഷാജി എൻ കരുൺ. അപ്പോൾ ഷാജി എൻ കരുൺ ആണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആണ് PR ജിജോയ്. PR ജിജോയ് ആണ് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. അപ്പോൾ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് ഷാജി എൻ കരുൺ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ. എന്നാൽ അതിന്റെ ഡയറക്ടർ ആണ് PR ജിജോയ്. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, അതിന്റെ പ്രസിഡന്റ് ആണ് റോജർ ബെന്നി. BCCIയുടെ പ്രസിഡന്റ് ആണ് റോജർ ബെന്നി. എന്നാൽ BCCIയുടെ സെക്രട്ടറി ആണ് ആര്? ജയ്ഷ. അപ്പൊ അത് മാറിപ്പോകരുത്. BCCI എന്നാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ് BCCI. അപ്പോൾ ഈ BCCIയുടെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് റോജർ ബെന്നി. അതിന്റെ സെക്രട്ടറി ആണ് ജയ്ഷ. ICC എന്നാൽ എന്താണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ് ICC. അപ്പോൾ ഈ ICCയുടെ പ്രസിഡന്റ് ആണ് ഗ്രേ ബാർക്ലേ. ഗ്രേ ബാർക്ലേ ആണ് ICCയുടെ പ്രസിഡന്റ്. ഫിഫയുടെ പ്രസിഡന്റ്, ഫിഫ പ്രസിഡന്റ് ആണ് ജിയാനി ഇൻഫാന്റിനോ. ജിയാനി ഇൻഫാന്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റ്. വേൾഡ് ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് തയാബ് ഇക്രാം. മുഹമ്മദ് തയാബ് ഇക്രാം ആണ് വേൾഡ് ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് PT ഉഷ. അപ്പൊ ഇത്ര ഒരിക്കൽ കൂടെ നോക്കാം. കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ആണ് U ഷറഫ് അലി. കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ U ഷറഫ് അലി. കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ആണ് ലോക്നാഥ് ബെഹ്റ. വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ആണ് ദിവ്യ S അയ്യർ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആണ് മുരളി ചീരോത്ത്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ PR ജിജോയ്. BCCIയുടെ പ്രസിഡന്റ് ആണ് റോജർ ബെന്നി. എന്നാൽ BCCIയുടെ സെക്രട്ടറി ആണ് ജയ്ഷ. ICCയുടെ പ്രസിഡന്റ് ഗ്രേ ബാർക്ലേ. ഗ്രേ ബാർക്ലേ ആണ് ICCയുടെ പ്രസിഡന്റ്. ഫിഫ പ്രസിഡന്റ് ആണ് ജിയാനി ഇൻഫാന്റിനോ. ജിയാനി ഇൻഫാന്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റ്. വേൾഡ് ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് ആണ് മുഹമ്മദ് തയാബ് ഇക്രാം. മുഹമ്മദ് തയാബ് ഇക്രാം ആണ് വേൾഡ് ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് PT ഉഷ. ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് തോമസ് ബക്ക്. തോമസ് ബക്ക് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് ബക്ക്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. കേരള കായിക മന്ത്രി, കേരള കായിക മന്ത്രി ആരാണ്? B അബ്ദുർ റഹ്മാൻ ആണ് കേരള കായിക മന്ത്രി. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് JP നഡ്ഡ. JP നഡ്ഡയാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് പ്രിയാങ്ക് കനൂഗോ. പ്രിയാങ്ക് കനൂഗോയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. RBI ഗവർണർ, നിലവിൽ RBIയുടെ ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ്. ശക്തികാന്ത് ദാസ് ആണ് RBI ഗവർണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് വിജയഭാരതി സയാനി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? രേഖ ശർമ്മ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. കിഷോർ മക്വാനയാണ്
ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് ജസ്റ്റിസ് രഞ്ജിത്ത് വസന്ത് റാവു മോറെ. അപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് ജസ്റ്റിസ് രഞ്ജിത്ത് വസന്ത് റാവു മോറെ. ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ. ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാനാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് BS മാവോജി IAS. അപ്പോൾ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി IAS. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ. ദേശീയ ഭിന്നശേഷി വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് കമലേഷ് കുമാർ പാണ്ഡെ. കമലേഷ് കുമാർ പാണ്ഡെ ആണ് ദേശീയ ഭിന്നശേഷി വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. UPSCയുടെ ചെയർമാൻ, നിലവിൽ UPSCയുടെ ചെയർമാൻ ആരാണ്? പ്രീതി സുദൻ. പ്രീതി സുദൻ ആണ് UPSCയുടെ ചെയർമാൻ. മനോജ് സോണിയെ തുടർന്ന് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് പ്രീതി സുദൻ. UPSCയുടെ ചെയർമാൻ ആണ് പ്രീതി സുദൻ. SSC ചെയർമാൻ. SSCയുടെ ചെയർമാൻ ആരാണ്? രാകേഷ് രഞ്ജൻ. രാകേഷ് രഞ്ജൻ ആണ് SSCയുടെ ചെയർമാൻ. അപ്പോൾ ഇത്രയും ഒരിക്കൽ കൂടെ നോക്കാം. ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് തോമസ് ബക്ക്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. കേരള കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഹീരാലാൽ സമരിയ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് പ്രിയാങ്ക് കനൂങ്കോ. RBI ഗവർണർ ശക്തികാന്ത് ദാസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് രേഖ ശർമ്മ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനാണ് അന്തർ സിംഗ് ആര്യ. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് രഞ്ജിത്ത് വസന്ത് റാവു മോറെ. ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാനാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി IAS. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ. ദേശീയ ഭിന്നശേഷി വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് കമലേഷ് കുമാർ പാണ്ഡെ. ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. UPSC ചെയർമാൻ പ്രീതി സുദൻ. SSC ചെയർമാൻ രാകേഷ് രഞ്ജൻ. അടുത്തത് UGC ചെയർമാൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. UGCയുടെ ചെയർമാനാണ് മമിതാല ജഗദീഷ് കുമാർ. മമിതാല ജഗദീഷ് കുമാർ ആണ് UGCയുടെ ചെയർമാൻ. നിലവിൽ ലോക്പാൽ. ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ. AM ഖാൻവിൽക്കർ ആണ് നിലവിൽ ലോക്പാൽ. അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കട്ടരമണി. R വെങ്കട്ടരമണിയാണ് അറ്റോർണി ജനറൽ. സോളിസിറ്റർ ജനറൽ. സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ത. നിലവിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ ഇന്ത്യയുടെ CAG ആണ് ആര്? ഗിരീഷ് ചന്ദ്ര മുർമു. ക്യാബിനറ്റ് സെക്രട്ടറി. ക്യാബിനറ്റ് സെക്രട്ടറി ആണ് നിലവിൽ TV സോമനാഥൻ. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി ആണ് TV സോമനാഥൻ. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് B അനന്ത നാഗേശ്വരൻ. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് B അനന്ത നാഗേശ്വരൻ. സെബിയുടെ ചെയർമാൻ. സെബി ചെയർമാൻ ആണ് മാധവി പുരി ബച്ച് ആണ് സെബി ചെയർമാൻ. അപ്പോൾ സെബിയുടെ ചെയർമാൻ ആണ് മാധവി പുരി ബച്ച്. നീതി ആയോഗ് ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ.
നീതി ആയോഗ് വൈസ് ചെയർമാൻ ആണ് സുമൻ ബെറി ആണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആണ് സുമൻ ബെറി. എന്നാൽ നീതി ആയോഗിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് BVR സുബ്രഹ്മണ്യം. അപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ ആണ് നരേന്ദ്രമോദി, വൈസ് ചെയർമാൻ ആണ് സുമൻ ബെറി, നീതി ആയോഗിന്റെ സിഇഒ ആണ് BVR സുബ്രഹ്മണ്യം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. സെൻസസ് കമ്മീഷണർ, ഇന്ത്യയിലെ സെൻസസ് കമ്മീഷണർ ആണ് മൃത്യുഞ്ജയ് കുമാർ നാരായണൻ. മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് സെൻസസ് കമ്മീഷണർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. നബാർഡിന്റെ ചെയർമാൻ ആരാണ്? നബാർഡിന്റെ ചെയർമാൻ ആണ് KV ഷാജി. KV ഷാജിയാണ് നബാർഡിന്റെ ചെയർമാൻ. SBIയുടെ ചെയർമാൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBIയുടെ ചെയർമാൻ ആണ് ചെല്ലു ശ്രീനിവാസനു ഷെട്ടി. ചെല്ലു ശ്രീനിവാസനു ഷെട്ടിയാണ് SBIയുടെ ചെയർമാൻ നിലവിൽ. അടുത്ത LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ചെയർമാൻ ആണ് സിദ്ധാർത്ഥ മൊഹന്തി. സിദ്ധാർത്ഥ മൊഹന്തിയാണ് LICയുടെ ചെയർമാൻ. അടുത്ത ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രൈയുടെ ചെയർമാൻ ആണ് അനിൽകുമാർ ലഹോട്ടി. അനിൽകുമാർ ലഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചെയർമാൻ ആണ് അനിൽകുമാർ ലഹോട്ടി. അപ്പൊ ഇത്ര ഒരിക്കൽ കൂടെ നോക്കാം. UGC ചെയർമാൻ ആരാണ്? മമിതാല ജഗദീഷ് കുമാർ ആണ് UGCയുടെ നിലവിലെ ചെയർമാൻ. നിലവിലെ ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ ആണ് ലോക്പാൽ. അറ്റോർണി ജനറൽ ആണ് R വെങ്കട്ടരമണിയാണ് അറ്റോർണി ജനറൽ. സോളിസിറ്റർ ജനറൽ, നിലവിൽ സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്തയാണ് നിലവിൽ സോളിസിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ക്യാബിനറ്റ് സെക്രട്ടറി, നിലവിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആണ് TV സോമനാഥൻ ആണ് ക്യാബിനറ്റ് സെക്രട്ടറി. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് അനന്ത നാഗേശ്വരൻ ആണ് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. സെബിയുടെ ചെയർമാൻ ആണ് മാധവി പുരി ബച്ച് ആണ് സെബിയുടെ ചെയർമാൻ. നീതി ആയോഗ് ചെയർമാൻ ആണ് നരേന്ദ്ര മോദി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗ് വൈസ് ചെയർമാൻ ആണ് സുമൻ ബെറി. നീതി ആയോഗ് സിഇഒ ആണ് BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് സിഇഒ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. സെൻസസ് കമ്മീഷണർ, ഇന്ത്യയിലെ നിലവിൽ സെൻസസ് കമ്മീഷണർ ആരാണ്? മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് സെൻസസ് കമ്മീഷണർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. നബാർഡ് ചെയർമാൻ ആരാണ്? KV ഷാജിയാണ് നബാർഡ് ചെയർമാൻ. SBI ചെയർമാൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് ചെല്ലു ശ്രീനിവാസനു ഷെട്ടിയാണ് SBIയുടെ ചെയർമാൻ. LIC ചെയർമാൻ ആരാണ്? സിദ്ധാർത്ഥ മൊഹന്തിയാണ് LIC ചെയർമാൻ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രൈയുടെ ചെയർമാൻ ആണ് അനിൽകുമാർ ലഹോട്ടി. അടുത്ത പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI ചെയർമാൻ ആരാണ്? അത് അവീഖ് സർക്കാർ ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് അവീഖ് സർക്കാർ. അടുത്ത പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB ചെയർമാൻ ആണ് ധീരേന്ദ്ര ഓജയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ചെയർമാൻ. റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് സിഇഒ ആണ് സതീഷ് കുമാർ. റെയിൽവേ ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ സിഇഒയുമാണ് സതീഷ് കുമാർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനാണ് മാധവ് കൗശിക്. സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സുരേഷ് ഗോപി. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ R മാധവൻ.
ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആർ മാധവൻ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ ആണ് രാഹുൽ റെസ്കോത്രെ. രാഹുൽ റെസ്കോത്രെ ആണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ ആണ് രാഹുൽ റെസ്കോത്രെ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ CBSEയുടെ ചെയർമാൻ ആണ് രാഹുൽ സിംഗ്. രാഹുൽ സിംഗ് ആണ് CBSEയുടെ ചെയർമാൻ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ചെയർമാൻ ആണ് രാഹുൽ സിംഗ്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡയറക്ടർ ജനറൽ ആണ് അനീഷ് ദയാൽ സിംഗ്. അനീഷ് ദയാൽ സിംഗ് ആണ് CRPFന്റെ ഡയറക്ടർ ജനറൽ. CRPFന്റെ ഡയറക്ടർ ജനറലായ വ്യക്തിയാണ് അനീഷ് ദയാൽ സിംഗ്. VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ചെയർമാൻ ആണ് S ഉണ്ണികൃഷ്ണൻ. അപ്പോൾ S ഉണ്ണികൃഷ്ണൻ ആണ് VSSCയുടെ ചെയർമാൻ. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആണ് സമീർ വി കാമത്ത്. സമീർ വി കാമത്ത് ആണ് DRDOയുടെ ചെയർമാൻ. ISROയുടെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയ ISROയുടെ ചെയർമാൻ ആണ് S സോമനാഥ്. S സോമനാഥ് ആണ് ISROയുടെ ചെയർമാൻ. ഇത്ര ഒരിക്കൽ കൂടെ നോക്കാം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI ചെയർമാൻ ആണ് അവീക് സർക്കാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അവീക് സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ചെയർമാൻ ആണ് ധീരേന്ദ്ര ഓജ. ധീരേന്ദ്ര ഓജയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ചെയർമാൻ. റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO ആണ് സതീഷ് കുമാർ. റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO സതീഷ് കുമാർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആണ് മാധവ് കൗശിക്. സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയാണ് സത്യജിത്ത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആർ മാധവൻ. ആർ മാധവനാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ ആണ് രാഹുൽ റെസ്കോത്രെ. രാഹുൽ റെസ്കോത്രെ ആണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയുടെ ചെയർമാൻ ആണ് രാഹുൽ സിംഗ്. രാഹുൽ സിംഗ് ആണ് CBSEയുടെ ചെയർമാൻ. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡയറക്ടർ ജനറൽ ആണ് അനീഷ് ദയാൽ സിംഗ്. VSSCയുടെ ചെയർമാൻ S ഉണ്ണികൃഷ്ണൻ. S ഉണ്ണികൃഷ്ണൻ ആണ് VSSCയുടെ ചെയർമാൻ. DRDO ചെയർമാൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. അതിന്റെ ചെയർമാൻ ആണ് സമീർ വി കാമത്ത്. ISROയുടെ ചെയർമാൻ ആണ് S സോമനാഥ്. S സോമനാഥ് ആണ് ISRO ചെയർമാൻ. അടുത്തത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ അനിൽ ചൗഹാൻ. ജനറൽ അനിൽ ചൗഹാൻ ആണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. കരസേന മേധാവി നിലവിൽ ഇന്ത്യയുടെ കരസേന മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി ആണ് കരസേന മേധാവി. എന്നാൽ നാവികസേന മേധാവി ആരാണ്? ദിനേശ് കെ ത്രിപാഠി. ദിനേശ് കെ ത്രിപാഠിയാണ് നാവികസേന മേധാവി. വ്യോമസേന മേധാവിയാണ് അമർപ്രീത് സിംഗ്. അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG മേധാവിയാണ് അലോക് ശർമ്മ. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് മേധാവിയാണ് അലോക് ശർമ്മ. ആസാം റൈഫിൾസ് ചെയർമാൻ ആണ് ജനറൽ വികാസ് ലഖേര. ആസാം റൈഫിൾസ് ചെയർമാൻ ജനറൽ വികാസ് ലഖേര. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFന്റെ ഡയറക്ടർ ജനറൽ ആണ് രാജ്വിന്ദർ സിംഗ്. രാജ്വിന്ദർ സിംഗ് ആണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISFന്റെ ഡയറക്ടർ ജനറൽ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF സശാസ്ത്ര ഭീമാബൽ SSBയുടെ ഡയറക്ടർ ജനറലായ വ്യക്തിയാണ് ദൽജിത് സിംഗ് ചൗധരി. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയുടെ ഡയറക്ടർ ആണ് B ശ്രീനിവാസൻ. B ശ്രീനിവാസൻ ആണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ. അപ്പോൾ ഇത്ര ഒരിക്കൽ കൂടെ നോക്കാം. ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ അനിൽ ചൗഹാൻ. കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നാവികസേന മേധാവി ദിനേശ് കെ ത്രിപാഠി. വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് മേധാവി അലോക് ശർമ്മ. ആസാം റൈഫിൾസ് ചെയർമാൻ ജനറൽ വികാസ് ലഖേര. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് രാജ്വിന്ദർ സിംഗ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആൻഡ് സശാസ്ത്ര ഭീമാബൽ ദൽജിത് സിംഗ് ചൗധരി.
നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ബി ശ്രീനിവാസൻ. 2024 പ്രധാന നിയമനങ്ങൾ എന്ന വിഭാഗത്തിലേക്ക് ഇത്രയും വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുക. താങ്ക് യു.